ജനം പറഞ്ഞത് ശരിയായിരുന്നു എന്ന് വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പ് തോൽവി റിപ്പോർട്ട് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ചർച്ചയാകുന്നതിന് മുമ്പ് തന്നെ. ഒരുപക്ഷെ ഇത് പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചർച്ചകൾക്കൊക്കെ വഴിപ്പെട്ടിരുന്നെങ്കിൽ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുകയായിരുന്നു. ഈ തോൽവി റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്ന കാര്യം ഒന്ന് വായിക്കാം. മുഴുവൻ പ്രചരണവും ഒരാളെ കേന്ദ്രീകരിച്ചായിരുന്നു എന്നൊരു ധാരണ നിലനിന്നിരുന്നു. സർക്കാരിനെ നിസ്സംശയം കാര്യക്ഷമമായി നയിച്ച മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ വ്യക്തിയെക്കുറിച്ചായിരുന്നു ആ പരാമർശം. പ്രചാരണത്തെ വ്യക്തി കേന്ദ്രീകൃതമാക്കുകയും സഖാവ് പിണറായി വിജയനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തതിലൂടെ അദ്ദേഹത്തിനെതിരെ ലക്ഷ്യമിട്ടുള്ള പ്രചാരണം നടത്താൻ UDF-ന് നാം അറിയാതെ തന്നെ അവസരം നൽകി. തൽഫലമായി കോൺഗ്രസ് പാർട്ടിയുടെയും UDF-ൻ്റെയും പിന്തിരിപ്പൻ സ്വഭാവവും ഭരണവർഗ അനുകൂല നിലപാടും തുറന്നു കാട്ടാനുള്ള രാഷ്ട്രീയ മുൻകൈ നമുക്ക് നഷ്ടമായി. ഇതിൽ കൃത്യമായിട്ട് പിണറായി വിജയനിൽ മാത്രം ഫോക്കസ് ചെയ്ത് നടത്തിയിരുന്ന തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തിരിച്ചടിയായി എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കിത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ കളി കഴിഞ്ഞുള്ളൂ. അതിൻ്റെ ഫൈനലെടുക്കുന്ന സമയത്ത് മെസ്സിക്ക് അനങ്ങാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ആ ടീമിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ കണ്ടൊരു കാര്യം. രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമല്ല. അത് വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് പാർട്ടി കേന്ദ്രീകരിച്ചാണ് അത് മുന്നോട്ട് നീങ്ങേണ്ടത്. പാർട്ടി എന്ന് പറയുന്നത് ഒറ്റയാളെടുക്കുന്ന തീരുമാനമല്ല. അതൊരു കളക്റ്റീവ് ഡിസിഷനാണ്, കൂട്ടായ തീരുമാനം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾക്കപ്പുറം അതിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ അതിൻ്റെ വിജയത്തിലും പരാജയത്തിലും പ്രധാന പങ്കുവഹിക്കുന്നു. സംഘടനാ സംവിധാനത്തിൻ്റെ സവിശേഷത എന്താണ്? കൂട്ടായ നേതൃത്വം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ പാർട്ടി തോറ്റപ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനോട് രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെടാത്തത്. കാരണം അത് ഗോവിന്ദൻ്റെ ചുമതലയല്ല, ഗോവിന്ദൻ്റെ മാത്രം ചുമതലയല്ല, ഗോവിന്ദനും ഒരു ചുമതലക്കാരനാണ്. കാരണം പാർട്ടിയുടെ സംഘടനാ സംവിധാനം വ്യക്തി കേന്ദ്രീകൃതമായി മാറിയാൽ ലെനിനിസ്റ്റ് സംവിധാനത്തിനനുസരിച്ച് അതിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ലെനിനിസ്റ്റ് സംവിധാനത്തിൻ്റെ ഒരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കാനായിട്ടുള്ള പഴുത് അതിന് കിടക്കുന്നത്. ആ പഴുതാണ് പിണറായി വിജയൻ വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ച് എല്ലാം അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയത്. അങ്ങനെ കൈപ്പിടിയിൽ അദ്ദേഹം ഒതുക്കുമ്പോൾ കേരളത്തിലെ പാർട്ടി തന്നെ നോക്കുകുത്തിയായി മാറി. സർക്കാർ തീരുമാനത്തിന് മൂളുന്ന, സർക്കാർ തീരുമാനത്തിൻ്റെ PR വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമായി കേരളത്തിലെ CPM പാർട്ടി മാറി. അങ്ങനെ മാറിയപ്പോൾ സർക്കാർ ചെയ്യുന്ന എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് CPM-ൻ്റെ ചുവലിലായിത്തീർന്നു. കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞാൽ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ പരാജയങ്ങളും എന്ന് പറയുന്നത് പാർട്ടിയുടെ പരാജയങ്ങളായി മാറിത്തീരുകയും എതിരാളികൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് പിണറായി വിജയനിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാനും പിണറായി വിജയൻ്റെ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകൾ, അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപത്യ പ്രവണത, അദ്ദേഹത്തിൻ്റെ മൊശടനായിട്ടുള്ള ഭാഷാപ്രയോഗങ്ങൾ, പ്രവർത്തനങ്ങൾ, അങ്ങനെ വെറുപ്പ് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഒരു പ്രസ്ഥാനത്തിന് നേരെ നിങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ ഇതുവരെ വെറുപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ പ്രസ്ഥാനം മുഴുവനായിട്ട് അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമാണ് ആ പ്രശ്നം ഉണ്ടാവുക. ഇവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ വെറുപ്പ് മുഴുവൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി. നോക്കൂ, പിണറായി വിജയൻ്റെ വീടിൻ്റെ വിഷയം, വീട്ടിലുള്ള ആളുകളുടെ വിഷയം, ഇതൊക്കെ തന്നെ പാർട്ടിക്ക് ബാധ്യതയായി മാറി. അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകൻ, ഇവരൊക്കെ തന്നെ വലിയ തരത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട അവസ്ഥയിലെത്തിയ സമയത്ത് വലിയ അപകടത്തിലേക്ക് ആ വ്യക്തി മാറിത്തീരുകയും അത് മുഴുവനും പ്രസ്ഥാനത്തിൻ്റെ ചുമലിൽ വരികയും ചെയ്തു. പ്രചാരണത്തെ വ്യക്തി കേന്ദ്രീകൃതമാക്കുകയും സഖാവ് പിണറായി വിജയനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തതിലൂടെ ആരാണ് നിങ്ങളോടത് ചെയ്യാൻ പറഞ്ഞത്? ആരാണിത് കേന്ദ്രീകരിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.
നമ്മൾ തെരുവുകളിൽ മുഴുവൻ കണ്ടിരുന്ന പോസ്റ്ററുകളിൽ LDF അല്ലാതെ മറ്റാരുണ്ട്? പിണറായിയുടെ ചിത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആര് പറഞ്ഞു ആ ചിത്രം മാത്രം വെക്കാനായിട്ട്? ആരാണ് നിർദ്ദേശിച്ചത് എന്നൊരു ചോദ്യമാണ്. പക്ഷേ അതെ, അത് വളരെ പ്രസക്തമാണ്. അതിനുള്ള ഉത്തരം ആളുകൾക്ക് അറിയാലോ. അത് പിണറായി പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പിണറായി ആരാണ് അതൊക്കെ പറയാൻ CPM-നകത്ത്? അതാണ് ഇപ്പോൾ പിണറായിയെക്കുറിച്ച് വിചാരണ ചെയ്യുമ്പോൾ പാർട്ടി ചോദിക്കുന്നൊരു ചോദ്യം. കാരണം പാർട്ടി ഒരാളെയും ആ ചുമതല ഏൽപ്പിച്ചിട്ടില്ല, പിണറായിയെ ആ ചുമതല ഏൽപ്പിച്ചിട്ടില്ല. കൂട്ടായി തീരുമാനമെടുത്ത് വേണം അങ്ങനത്തെ ഒരു പടം വെക്കണമെങ്കിൽ പോലും ചെയ്യാൻ. അതവർ ചെയ്തോ? ഇല്ല. പിണറായി വിജയൻ പറയുന്നു, അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി പ്രവർത്തിക്കുന്ന ലോബി കുറേ ആളുകൾ പാർട്ടിക്കകത്തുണ്ട്. അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ഉപജാപക സംഘത്തിലെ അംഗങ്ങളായി നിൽക്കുന്നവർ. അവർ പറയുകയാണ് പിണറായിയുടെ പടമാണ് കേരളം മുഴുവൻ വെക്കേണ്ടത്. അപ്പോൾ അതെന്തിന് എന്ന് ചോദിക്കാനായിട്ട് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന CPM സെക്രട്ടറി മറന്നുപോയി. അങ്ങനെ മറന്നുപോയതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ആ ഉപജാപ സംഘം പറഞ്ഞതനുസരിച്ച് എല്ലാ സ്ഥലത്തും ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റർ കയറ്റി വെച്ചത്. അങ്ങനെ പോസ്റ്റർ കയറ്റി വെക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇത് അന്ത്യമാണ്, പിണറായിയാണ് ഇതിൻ്റെ ഈ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിൽ കല്ലെറിയാൻ പറ്റുന്ന പലതും പിണറായി വിജയൻ നിർമ്മിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മുഴുവൻ പിണറായി വിജയന് നേരെ എറിയും, തോൽക്കും എന്ന് എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്നൊരു കാര്യം അതായിരുന്നു. പിണറായി വിജയൻ ഇല്ലാണ്ട് എന്ത് ടാർഗറ്റാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച്? MA ബേബി ധൈര്യസമേതം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇത് MA ബേബിയുടെ ധൈര്യത്തിൻ്റെ പ്രശ്നമല്ല. കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും കേരളത്തിൽ നിന്ന് കൊടുത്ത റിപ്പോർട്ട് തള്ളി. അത് ശരിയല്ലെന്ന് MA ബേബി കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ച് പഠിക്കാനായിട്ടുള്ള സംവിധാനം പാർട്ടിക്കകത്തുകൊണ്ട് പാർട്ടി അത് ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിച്ച സമയത്താണ് ഇത്ര കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ. നോക്കൂ, ചാനൽ ചർച്ചകളിലൊക്കെ പല ഘട്ടങ്ങളിലും ഞാൻ ഈ വിഷയം പറഞ്ഞിരുന്നു. എന്താണ് CPM-ൻ്റെ തോൽവിയുടെ കാരണം? CPM-ൻ്റെ തോൽവിയുടെ കാരണം CPM-ൻ്റെ ശബ്ദം കേൾക്കാനില്ല നമ്മൾ, എന്നുവെച്ചാൽ പാർട്ടിയുടെ ശബ്ദം കേൾക്കാനില്ല. പകരം സർക്കാരിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. സർക്കാരിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ആരുടെ ശബ്ദം? പിണറായിയുടെ ശബ്ദം. അങ്ങനെ പിണറായി ശബ്ദം കൊണ്ട് മുഖരിതമായ ഒരു 10 വർഷക്കാലം അതിന് അടി കിട്ടിയത് പിണറായിക്ക് തന്നെയാണ്. അടിക്കാനായിട്ടുള്ള ഒബ്ജക്റ്റും പിണറായിയാണ്. അങ്ങനെ പിണറായിയെ എതിരാളികൾ അടിച്ചു വീഴ്ത്തി. അതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. ഒരു കാരണവശാലും ഒരു വ്യക്തിയിലേക്ക് അങ്ങനെ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. കാരണം എതിരാളികൾക്ക് എളുപ്പമാണ് അടിക്കാൻ. ഒരു 4-5 പേരുണ്ടായിരുന്നു ആയിരിക്കാം നേതൃനിരയിൽ. അപ്പോഴുള്ള പ്രത്യേകം എന്താണ്? 4 പേരെയും അവർക്ക് ആക്രമിക്കണ്ടേ. അപ്പോൾ അവരുടെ അക്രമത്തിൻ്റെ കുന്തമുന എന്ന് പറയുന്നത് തിരിഞ്ഞു പോകും. ഇവിടെ അങ്ങനെയല്ല. ഇയാൾ തന്നെയാണ് ആള്. ഇയാളുടെ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ് പ്രശ്നം. ഇയാളുടെ പെരുമാറ്റമാണ് പ്രശ്നം. വളരെ കേരളത്തിലെ രാഷ്ട്രീയത്തെ ലളിതവൽക്കരിച്ചു. കേരളത്തിലെ CPM രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പിണറായി രാഷ്ട്രീയമാണ്, പിണറായിയാണ് എന്ന് പിണറായിയും പാർട്ടിയും കൂടി തീരുമാനിച്ച് വെച്ചതുകൊണ്ട് ശത്രുക്കൾക്ക് എളുപ്പം ആ പിണറായിയുടെ തലക്ക് നേരെ കല്ലെറിയാനായിട്ട് കഴിയും. കല്ലേർ കൊണ്ട് പിണറായി വീണു. പക്ഷേ പരിശോധിക്കുമ്പോൾ പിണറായി അല്ലല്ലോ വീണത് പാർട്ടിയാണ്. അപ്പോൾ പാർട്ടി മാറി നിന്ന് കൊടുത്തിട്ട് വീഴാനായിട്ട് പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ട് സംഭവിച്ച ദുരന്തമായി മാറി. ആ തിരിച്ചറിവ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നല്ല കാര്യം. പിണറായിയുടെ ശബ്ദമാണ് 10 വർഷം കേട്ടത്. അത് വെറുപ്പിന്റെ ശബ്ദമായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ ആ ശബ്ദത്തെ വെറുത്തത് കൊണ്ടാണ് 99-ൽ നിന്ന് 35 ആക്കിയിട്ട് തരം താഴ്ത്തിയത്. 35 പോലും അത്ഭുതകരമായ വിജയമാണ്. അത് LDF-ൻ്റെതാണ്. CPM-ന് 26 ഉള്ളത്. അല്ല, ഞാൻ പറയുന്നത് LDF-ൻ്റെ 30. LDF ആണല്ലോ ജയിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ CPM-നെ മാത്രം ആളുകൾ തിരഞ്ഞെടുത്ത് തോൽപ്പിക്കുന്നില്ല. കാരണം CPM ആണ് പ്രധാനപ്പെട്ട പാർട്ടി. ആ പാർട്ടിയെ തോൽപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്നവർ തോറ്റുപോകുന്നു. അവരുടെ കോൺട്രിബ്യൂഷൻസൊക്കെ വളരെ ചെറുതാണ് നമുക്കറിയാം. അപ്പോൾ അവർ തന്നെയാണ് തോൽപ്പിച്ചത്. ജയിച്ച് ഈ 35 സീറ്റ് ജയിച്ചത് അത്ഭുതമായിട്ട് ഇവർ കണക്കാക്കുകയാണെങ്കിൽ നല്ലത്. മാഷിപ്പ് ഇതിൽ പറഞ്ഞു പിണറായിയെ അടിച്ച് വീഴ്ത്തി അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് കല്ലേറ് കൊണ്ടുവന്നു.
അങ്ങനെ കല്ലേറ് കൊണ്ട ജനം അടിച്ചു വീഴ്ത്തിയ ഒരു നേതാവിനെയാണ് പ്രതിപക്ഷ നേതാവാക്കിയിരിക്കുന്നത്. അതെ, നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോഴും പറ്റാത്തൊരു യുക്തിയാണത്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഓരോന്നിനും കാരണമുണ്ടല്ലോ. നമ്മളൊരു കാര്യം പറഞ്ഞു, അതിനൊരു യുക്തി വെച്ചിട്ട് നമ്മൾ പറഞ്ഞു പാർട്ടി എന്തുകൊണ്ട് തോറ്റു. കാരണം പാർട്ടിയുടെ ശബ്ദം കേൾക്കാനുണ്ടായിരുന്നില്ല. പകരം കേട്ടിരുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെതായിരുന്നു. സർക്കാരിൻ്റെ ശബ്ദം കേട്ടിരുന്നത് പിണറായി ശബ്ദത്തിലൂടെയായിരുന്നു. അത് ജനങ്ങൾ വെറുത്തു, അതുകൊണ്ട് തോറ്റ. ഇതിനൊരു യുക്തിയുണ്ട് ഈ നരേറ്റീവിന്. പാർട്ടി അവസാനം സമ്മതിച്ചു, ശരിയാണ്, ഇതൊക്കെ തകർത്ത് തരിപ്പണമാക്കിയത് ആരാണ്? പിണറായി വിജയനാണ്. എന്തായാലും എന്നിട്ട് അദ്ദേഹത്തെ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പ്രതിപക്ഷ നേതാവായിട്ട് കൊണ്ടു നടക്കണം. നമുക്ക് മനസ്സിലാവില്ല ഇത് എന്താണെന്ന്. എനിക്ക് മാഷ്, നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു നേതാവിനെ, ഇത്രമാത്രം ആരോപണങ്ങൾ നേരിടുന്ന പലതരത്തിലുമുള്ള ക്രിമിനൽ ഗൂഢാലോചനകളുടെയും തലവനാണ് എന്ന് പലരും വിശ്വസിക്കുന്ന ഒരു പശ്ചാത്തലമുള്ള ഒരു നേതാവിനെ, അതും തോറ്റ ഒരു നേതാവാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ തോറ്റൊരു നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖം കാണിച്ചാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. 8 നിലയിൽ പൊട്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും ആ നേതാവിനെ പ്രതിപക്ഷ നേതാവ് ആക്കാൻ പാടില്ല, ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനും പറ്റില്ല. കാരണം അദ്ദേഹത്തിന് തോൽവിയുടെ മുഖമാണ്, അല്ലെങ്കിൽ വെറുപ്പിന്റെ മുഖമാണ് ജനങ്ങൾക്കിടയിലുള്ളത്. നമുക്കപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിണറായി വിജയൻ ആ സ്ഥാനത്തുണ്ടെങ്കിലും അദ്ദേഹത്തെ നമുക്കൊരു പ്രതിപക്ഷ നേതാവായിട്ട് പരിഗണിക്കാനോ കാണാനോ സാധിക്കുന്നില്ല. ജനങ്ങൾക്ക് അത്രയും അടുപ്പവും ഇഷ്ടവും തോന്നേണ്ട ഒരാളാണ് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. ആ ഇഷ്ടവും അടുപ്പവും അല്ല പ്രതിപക്ഷ നേതാവിനോട് തോന്നുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചെന്നിട്ട് നമുക്ക് പറയാൻ തോന്നില്ല. കാരണം വെറുപ്പിന്റെ ഒരു ഇത് നമുക്ക് അദ്ദേഹത്തോട് ഉണ്ട് എന്നുള്ളതാണല്ലോ ഈ 10 വർഷത്തെ അനുഭവം. ഇതൊരു നരേറ്റീവാണ്. ആ തരത്തിൽ രൂപപ്പെട്ടു വന്ന അദ്ദേഹം വെറുപ്പിന്റെ ഒരു കഥാപാത്രമായി മാറി. അദ്ദേഹത്തെ വെച്ചുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ഇവർക്ക് പുതിയൊരു കാലം നിർമ്മിക്കാനായിട്ട് പറ്റിയ എനിക്ക് മനസ്സിലാകുന്നില്ല. കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി തുടരാൻ പാടുണ്ടോ? പാടില്ല. പക്ഷേ പിണറായി തുടരുന്നു. എന്തായിരിക്കും അപ്പോൾ ആ റിസൾട്ടിൻ്റെ ഫലം എന്ന് പറയുന്നത്? ആ ഫലം എന്ന് പറയുന്നത് ഇവരുടെ കണ്ടെത്തലുകളെ ഇവർ തന്നെ സ്വയം റദ്ദ് ചെയ്യുന്നതായി മാറുന്നു. അതാണ് അതിൻ്റെ അപകടം, അതാണ് അതിൻ്റെ മോശമായ വശം. ഈ നോക്ക്, കഴിഞ്ഞ ആ കാലഘട്ടങ്ങളിലെ കറുത്ത കൊടി എന്ന് പറയുന്നത്, ഒരു വീടിൻ്റെ മുമ്പിൽ ഒരാൾ മരിച്ചാൽ ആ വീടിൻ്റെ മുമ്പിൽ ചിലപ്പോൾ കറുത്ത കൊടി വെക്കും, പോലീസ് അത് എടുത്തുകൊണ്ട് പോകാൻ. അങ്ങനെ പോലീസ് ഗുണ്ട രാജ് പിണറായി വിജയന് വേണ്ടി നിർവഹിക്കപ്പെട്ട ഒരു സംസ്ഥാനമായിട്ടാണ് കേരളം കണക്കാക്കപ്പെട്ടത്. അതിനെതിരെ കൂടിയുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഈ ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ അതിശക്തമായിട്ടുള്ള എതിർപ്പ് ഉയർന്നതിൻ്റെ ഫലമായിട്ടുള്ള വലിയ തോൽവിയാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പൊ പിണറായിയെ വിമർശിക്കുന്നതിൽ ആർക്കും ഒരു മടിയും വേണ്ട. ധൈര്യസമേതം നിങ്ങളെല്ലാവരും വിമർശിച്ചോളൂ. തിരുവായിക്ക് എതിർവായി ഉണ്ട് എന്ന് പല നേതാക്കളും തെളിയിക്കുന്നു. പല വിഷയത്തിലും അവരുടെ മറുപടികളിലൂടെ നമ്മൾ കണ്ടതാണ്. ഇ പി ജയരാജൻ ഇപ്പൊ കൊടുത്തിരിക്കുന്ന, മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങളെല്ലാം പിണറായിയെ വിമർശിക്കാറുണ്ട്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാറില്ലെന്നേ ഉള്ളൂ. ഇതിനർത്ഥം പിണറായി പാർട്ടിയിൽ നിന്ന് അപ്രസക്തനായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലേ? അല്ല, വിമർശനം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നിർവഹിക്കാൻ മുൻപ് മാത്രമല്ല എന്നും അവസരങ്ങളുണ്ടല്ലോ. കാരണം മാർക്സിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് വിമർശനത്തിലും സ്വയം വിമർശനത്തിലുമാണ്. ഈ നോക്കൂ, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് ചിന്തകൻ ജാക്ക് ദെരിദ, മാർക്സിസ്റ്റ് ചിന്തകൻ എന്ന് മാത്രം അയാളെ വിശേഷിപ്പിച്ചാൽ പറ്റില്ല, ആധുനിക കാലത്തെ പ്രധാനപ്പെട്ട ഒരു ചിന്തകൻ. അദ്ദേഹത്തിൻ്റെ വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു പുസ്തകത്തിൻ്റെ പേരാണ് ദി സ്പെക്ടേഴ്സ് ഓഫ് മാർസ് എന്ന് പറയും. മാർസിൻ്റെ ഭൂതങ്ങൾ എന്നാണ് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് മാർസിൻ്റെ പൈതൃകത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ലോകത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നാണ് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഉയർത്തപ്പെട്ട ഒന്ന് ഈ മെത്തഡോളജിയാണ്. വിമർശനവും സ്വയം വിമർശനവും. വിമർശനവും സ്വയം വിമർശനവും യഥാർത്ഥത്തിൽ തെറ്റിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കാൻ, എന്നുവെച്ചാൽ വിമോചക സംവിധാനത്തിൻ്റെ, വിമോചക സ്വപ്നത്തിൻ്റെ ഒരു അടിത്തറ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ളൊരു സാധനം വെച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ സംഘടനാ സംവിധാനം എങ്ങനെയാണ് ഒരാൾക്ക് അട്ടിമറിക്കാനായിട്ട് കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഒരു ആത്മനിഷ്ഠ ഭാവമുണ്ട്. വസ്തുനിഷ്ഠ രാഷ്ട്രീയമാണ് എങ്കിലും അതിൽ ആത്മനിഷ്ഠമായ ഭാവം നിൽക്കുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളൊന്നും ഉയർത്താൻ
കഴിവില്ലാത്ത തരം നേതാക്കളായിട്ട് ആ പാർട്ടിക്കകത്ത് മുഴുവൻ ആളുകൾ മാറിപ്പോയത്. വിമർശിക്കാൻ അവസരങ്ങളുണ്ട്, പക്ഷേ സഹവേ നിങ്ങൾ വിമർശിച്ചില്ല. പി ജയരാജനോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം അതാണ്. വിമർശിക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് വിമർശിക്കാനായിട്ട് കഴിഞ്ഞു. പി ജയരാജൻ പിണങ്ങിയിട്ടുണ്ട് പാർട്ടിയായിട്ട്, പിണറായിയുമായിട്ട്. പക്ഷേ പി ജയരാജൻ പിണറായി വിമർശിച്ചതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഇതുവരെ.